ശബരിമല സന്നിധാനത്ത് വൻ ഭക്തജന തിരക്കാണ്. ഇന്ന് ഉച്ചവരെ മാത്രം 50,000-ൽ അധികം തീർത്ഥാടകർ സന്നിധാനത്തെത്തി. ക്രിസ്മസ് അവധി തീരാൻ ഇരിക്കെ കുട്ടികളുമായിട്ടാണ് കൂടുതൽ തീർത്ഥാടകർ സന്നിധാനത്തെത്തുന്നത്. ഇന്നലെ 1 ലക്ഷത്തോളം അയ്യപ്പന്മാർ ദർശനം നടത്തിയെന്നാണ് പോലീസിന്റെ കണക്ക്. മകരവിളക്ക് തീർത്ഥാടന കാലം തുടങ്ങിയതിനു ശേഷം ഏറ്റവും തിരക്കാർന്ന ദിനങ്ങളിലൂടെയാണ് സന്നിധാനം കടന്നുപോകുന്നത്. ഇന്നലെ 98,000-ലധികം തീർത്ഥാടകർ സന്നിധാനത്ത് എത്തിയെന്നാണ് പോലീസിന്റെ കണക്ക്. അത് അനൌദ്യോഗികമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞ 1 ലക്ഷത്തിലധികം തീർത്ഥാടകർ എത്തിച്ചേർന്നിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ്. ഇന്നും സമാനമായ സാഹചര്യം തന്നെയാണ്. പമ്പയിൽ നിന്ന് സന്നിധാനം വരേക്കും പലയിടങ്ങളിൽ നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. മണിക്കൂറിൽ 5,000-ലധികം തീർത്ഥാടകർ സന്നിധാനത്തേക്ക് പമ്പയിൽ നിന്ന് എത്തുന്നു എന്നാണ് കണക്കുകൾ. അതുപോലെ തന്നെ 18-ാം പടി 1 മിനിറ്റിൽ 70-നും 80-നും ഇടയിൽ തീർത്ഥാടകരെ 18-ാം പടിയിലൂടെ കടത്തിവിടുന്നുണ്ട്. പക്ഷേ തിരക്ക് നിയന്ത്രണ വിധേയമായിട്ടില്ല. അതുകൊണ്ട് തന്നെ പമ്പ മുതൽ സന്നിധാനം വരെ 7-8 മണിക്കൂറൊക്കെ കാത്തു നിൽക്കേണ്ട സാഹചര്യം നിലവിലുണ്ട്. അവധി ദിവസങ്ങളാണിത്. നാളെ അവധി തീരുകയാണ്. ഈ ദിവസങ്ങളിൽ ഏറ്റവും അധികം എത്തിയത് കുട്ടികളാണ് എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. അതായത് 7,000-8,000 കുട്ടികൾ കഴിഞ്ഞ ദിവസങ്ങളിൽ എത്തിയിട്ടുണ്ട് എന്നാണ് പോലീസിന്റെ കണക്ക്. ഇന്നും നമുക്ക് കാണാൻ കഴിയുന്നത് ഒരുപാട് കുഞ്ഞു മാളികപ്പുറങ്ങളും കുഞ്ഞു മണികണ്ഠന്മാരുമൊക്കെ ദർശനത്തിനായി എത്തിയിട്ടുള്ള കാഴ്ചയാണ്. നാളെയും സമാനമായിട്ടുള്ളൊരു സാഹചര്യം തന്നെയായിരിക്കും ഉണ്ടാവുക. അതുകൊണ്ട് തന്നെ ഏറെ നേരം കാത്തുനിന്നതിന് ശേഷമേ ദർശനത്തിന് സാധ്യമാകൂ എന്ന് ഉറപ്പാണ്. പലയിടങ്ങളിലും നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. പക്ഷേ തിരക്ക് വർദ്ധിക്കുകയാണെങ്കിൽ പമ്പയിലേക്ക് നിലയ്ക്കലിൽ നിന്നും നിയന്ത്രണം ഏർപ്പെടുത്തുമെന്നാണ് പോലീസ് ഉദ്യോഗസ്ഥർ അറിയിച്ചിട്ടുള്ളത്. വലിയ തിരക്ക് സന്നിധാനത്ത് അനുഭവപ്പെടുന്നുണ്ട്. വരും മണിക്കൂറുകളിലും സമാനമായ ഒരു സാഹചര്യം തന്നെയായിരിക്കും ഉണ്ടാവുക. വൈകുന്നേരമാണ് സാധാരണഗതിയിൽ തിരക്ക് കൂടുതലായിട്ടുണ്ടാവുന്നത്. വൈകുന്നേരത്തിൽ എത്തുന്നവർ ഇവിടെ തമ്പടിച്ച് പിറ്റേ ദിവസമാണ് മടങ്ങിപ്പോകുന്നതെന്നുകൊണ്ട് തന്നെ വൈകുന്നേരം രാത്രിയൊക്കെ പമ്പ മുതൽ സന്നിധാനം വരെ കൂടുതൽ നിയന്ത്രണങ്ങൾ ഉണ്ടാകുമെന്നും അറിയാൻ കഴിയുന്നു. അങ്ങനെയാണെങ്കിൽ പമ്പയിൽ നിന്ന് കൃത്യമായ ഇടപെടലുകൾ മാത്രമേ സന്നിധാനത്തേക്ക് തീർത്ഥാടകരെ കയറ്റിവിടുകയുള്ളൂ. തിരക്ക് ഈ വരും ദിവസങ്ങളിലും തുടരാൻ തന്നെയാണ് സാധ്യത എന്നത് മുന്നിൽ കണ്ടുകൊണ്ട് തന്നെയാണ് ദേവസ്വം ബോർഡിന്റെയും പോലീസിന്റെയും സന്നിധാനത്തെ മുന്നൊരുക്കങ്ങളും പുരോഗമിക്കുന്നത്. സന്നിധാനത്ത് നിന്നും CV അനുമോദ്, ന്യൂസ് 18. ന്യൂയോർക്ക് മേയർ സൊഹ്റാൻ മംദാനിക്കെതിരെ ആഞ്ഞടിച്ച് BJP. ഇന്ത്യയുടെ ആഭ്യന്തര കാര്യങ്ങളിൽ ഇടപെടാൻ അനുവദിക്കില്ലെന്ന് മുന്നറിയിപ്പ് നൽകി. ഉമർ ഖാലിദിന് അയച്ച കുറിപ്പിനെതിരെയാണ് വിമർശനം. ഉമറിന്റെ മാതാപിതാക്കൾ US സന്ദർശിച്ചപ്പോഴാണ് മംദാനി പിന്തുണ വ്യക്തമാക്കിയത്. 2020-ലാണ് UAPA ചുമത്തി ഉമർ ജയിലിലായത്. കേസിന്റെ വിചാരണ ഇതുവരെ ആരംഭിച്ചിട്ടില്ല. അടുത്തിടെ അമേരിക്കയിലെ 8 ഡെമോക്രാറ്റിക് MPമാർ ഖാലിദിന് ജാമ്യം അനുവദിക്കണമെന്നാവശ്യപ്പെട്ട് ഇന്ത്യൻ അംബാസഡർക്ക് കത്തെഴുതിയിരുന്നു. BJP ദേശീയ വക്താവ് ഗൗരവ് ഭാട്ടിയാണ് സൊഹ്റാൻ മംദാനിക്കെതിരെ രംഗത്ത്. कोई भी व्यक्ति अगर एक आरोपी को समर्थन देता है, भारत के अंदरूनी मामलों पे टिप्पणी करता है, तो ये भारत बर्दाश्त नहीं करेगा। भारत के हर नागरिक को भारत की न्यायपालिका पे पूर्ण विश्वास है। कौन होता है एक भारी व्यक्ति हमारे लोकतंत्र पे और हमारी न्यायपालिका पे सवाल उठाने वाला, और वो भी उस व्यक्ति के समर्थन में खड़ा होता है जो भारत के टुकड़े करना चाहता है। ये उचित नहीं है, मर्यादापूर्ण नहीं है, और भारत की संप्रभुता की अगर बात आएगी तो 140 करोड़ भारतीय श्री नरेंद्र मोदी जी के नेतृत्व में एक साथ खड़े हो जाएंगे. ഛത്തീസ്ഗഡിലെ ബസ്റ്ററിൽ വൻ നക്സൽ വേട്ട. 2 വ്യത്യസ്ത ഓപ്പറേഷനുകളിൽ 14 പേരെ വധിച്ചു. AK-47 ഉൾപ്പെടെ മാരകായുധങ്ങൾ കണ്ടെടുത്തു. മേഖലയിൽ തെരച്ചിൽ തുടരുകയാണ്. അജയ് സുധാബിജു വിവരങ്ങൾ നൽകും. അജയ്, വിശദാംശം. എൽദോ, ഈ വരുന്ന 2026 മാർച്ച് 31-ന് മുൻപ് ഇന്ത്യയെ പൂർണ്ണമായിട്ടും നക്സൽ വിമുക്തമാക്കുമെന്ന് ആഭ്യന്തരമന്ത്രി അമിത്ഷാ പ്രഖ്യാപിച്ചിരുന്നു. അപ്പോൾ ഇതിൻ്റെ ഭാഗമായിട്ട് ഛത്തീസ്ഗഡ് അതുപോലെ തന്നെ ജാർഖണ്ഡ് മേഖലകളിൽ കർശനമായിട്ടുള്ള നിരീക്ഷണം, അതുപോലെ തന്നെ ഇതുപോലെ വ്യത്യസ്തമായിട്ടുള്ള ഓപ്പറേഷനുകൾ എല്ലാം നടന്നു വരികയായിരുന്നു. കഴിഞ്ഞ ദിവസം സമാനമായിട്ടുള്ള ഒരു രീതിയിൽ പ്രദേശത്ത് ഒരു ഓപ്പറേഷൻ നടന്നതാണ്. ഇന്ന് രാവിലെയാണ് മേഖലയിൽ നിരവധി നക്സലേറ്റുകൾ പതിയിരിപ്പുണ്ട് എന്നുള്ള രഹസ്യ വിവരത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു ഓപ്പറേഷൻ നടന്നത്. ഇന്ന് രാവിലെ 5 മണിക്ക് ഇവിടെ തെരച്ചിൽ ആരംഭിച്ചു. DRG സേനയുടെ നേതൃത്വത്തിലായിരുന്നു തെരച്ചിൽ. ഇതിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ ഏതാണ്ട് 14ഓളം നക്സലേറ്റുകളെ കൊലപ്പെടുത്തി എന്നുള്ള ഒരു വാർത്ത പുറത്തു വരുന്നത്. ഇത് ഈയൊരു ഓപ്പറേഷനിൽ പ്രമുഖരായിട്ടുള്ള പല നക്സലേറ്റുകളെയും വധിച്ചു എന്നാണ് വിവരം ലഭിക്കുന്നത്. 2015 ജൂണിൽ നടന്ന ഒരു അവിടെ ഛത്തീസ്ഗഡ് മേഖലയിൽ
മേഖലയിൽ നടന്ന പോലീസ് സ്റ്റേഷൻ IED ബ്ലാസ്റ്റിൽ പ്രതിയായിട്ടുള്ള ഒരു നക്സലൈറ്റിനെയും ഈ ഓപ്പറേഷനിൽ വധിച്ചിട്ടുണ്ട്. ഇവരുടെ ഈ 14 പേരുടെ ഒരു ഐഡന്റിഫിക്കേഷൻ പ്രോസസ്സ് എല്ലാം നടന്നുകൊണ്ടിരിക്കുകയാണ്. മേഖലയിൽ ഇപ്പോഴും തെരച്ചിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് എന്നാണ് വിവരം ലഭിക്കുന്നത്. ഈ ഒരു തെരച്ചിലിൽ ഒരു AK-47 തോക്ക്, അതുപോലെ തന്നെ INSAS റൈഫിളുകൾ, അതുപോലെ തന്നെ സെൽഫ് റീലോഡിംഗ് റൈഫിളുകൾ ഉൾപ്പെടെ നിരവധി മാരകായുധങ്ങളും കണ്ടെത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഇത് ഈ ദക്ഷിണ ബസ്തർ മേഖലയിലാണ് പ്രധാനമായിട്ടും ഈ ഓപ്പറേഷൻ നടന്നത്. ഛത്തീസ്ഗഡിലെ 2 ജില്ലകളിൽ നിന്നായിട്ടാണ് ഇത്രയധികം നക്സലേറ്റുകളെ വധിച്ചത്. അതായത് സുക്മ, ബിജാപൂർ ജില്ലകളിൽ നിന്ന് 14 പേരെ സുക്മ ജില്ലയിൽ നിന്നും 2 പേരെ ബിജാപൂർ ജില്ലയിൽ നിന്നുമാണ് വധിച്ചത്. 2 വ്യത്യസ്ത ഓപ്പറേഷനുകളായിരുന്നു. എന്തായാലും മേഖലയിൽ ഇപ്പോഴും തെരച്ചിൽ തുടരുകയാണ്. ഈ പുതുതായിട്ട് നടന്നിട്ടുള്ള ഈ നക്സൽ വേട്ട അത് കർശനമാക്കിയതിൻ്റെ ഫലമായിട്ട് ഛത്തീസ്ഗഡ്, അതുപോലെ തന്നെ ജാർഖണ്ഡ് സംസ്ഥാനങ്ങളിലുള്ള നക്സൽ സ്വാധീനം അത് വളരെയധികം കുറച്ചു കൊണ്ടുവരാൻ സാധിച്ചിരുന്നു. ബസ്തർ മേഖലയിൽ ഉൾപ്പെടെ നിരവധി വികസന പ്രവർത്തനങ്ങൾ, അതുപോലെ തന്നെ സർക്കാരിൻ്റെ പദ്ധതികൾ ഉൾപ്പെടെ നടപ്പിലാക്കിയതായിട്ടുള്ള വിവരങ്ങളും അതിൻ്റെ ദൃശ്യങ്ങൾ ഉൾപ്പെടെ ഇതിനു മുൻപ് കേന്ദ്ര സർക്കാർ പങ്കുവച്ചിട്ടുള്ളതാണ്. അപ്പോൾ ഈ അവസാനമായിട്ടുള്ള മേഖലയിലുള്ള ഒരു നക്സൽ സ്വാധീനവും നശിപ്പിക്കുക എന്നതിൻ്റെ ഒരു ഭാഗമായിട്ടാണ് ഇപ്പോൾ നിലവിൽ നടന്നിട്ടുള്ള ഓപ്പറേഷൻ. ഇപ്പോൾ അടുത്തിടെ ഈ ഛത്തീസ്ഗഡിൽ ഒരു കായിക മീറ്റ് നടത്തിയിരുന്നു. അപ്പോൾ ഈ മീറ്റിൽ മുൻപ് നക്സലേറ്റുകളായി പിന്നീട് സാധാരണ സാമൂഹിക ജീവിതത്തിലേക്ക് കടന്നു വന്ന നിരവധി പേരും പങ്കാളികളായി. എന്തായാലും ഈ 14 പേർ, കൊല്ലപ്പെട്ട 14 പേരുടെ ഐഡന്റിഫിക്കേഷൻ ഉൾപ്പെടെ ഇനി നടക്കേണ്ടതുണ്ട്. റൈറ്റ്, അജയ് സുധാവിജാണ് വിവരങ്ങൾ നൽകിയത്.